നമ്മൾ കാണുന്ന കഥകൾക്കപ്പുറം എപ്പോഴും മറ്റൊരു കഥയുണ്ടാവും. നിഴലുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ചരട് വലിക്കുന്ന ഒരു സൂത്രധാരൻ്റെ കഥ. പ്രപഞ്ചത്തിലെ അനന്തമായ ശൂന്യതയിൽ നക്ഷത്രങ്ങൾ പോലും ഭയന്ന് വഴിമാറിപ്പോകുന്ന ഒരിടത്ത് ഛിന്നഗ്രഹങ്ങളാൽ തീർത്ത ഒരു സിംഹാസനത്തിൽ അവൻ ഇരിപ്പുണ്ടായിരുന്നു. പർപ്പിൾ നിറമുള്ളൊരു ഭീമാകാരൻ, പ്രപഞ്ചത്തിൻ്റെ താളം തെറ്റിയിരിക്കുന്നു എന്ന് വിശ്വസിച്ചവൻ, അതിനെ നേരെയാക്കാൻ ക്രൂരമായൊരു സന്തുലിതാവസ്ഥ കൊണ്ടുവരാൻ തീരുമാനിച്ച ഒരാൾ. അവൻ ക്ഷമയോടെ കാത്തിരിക്കുന്നു. അയാളുടെ വലിയ പദ്ധതിയുടെ ആദ്യത്തെ കരുക്കൾ ഭൂമി എന്ന ചെറിയ ഗ്രഹത്തിൽ വീഴാൻ തുടങ്ങി. നമ്മൾ ഈ പറയുന്ന കഥാപാത്രങ്ങളെല്ലാം സ്വയം സൂപ്പർ ഹീറോകളാണെന്ന് കരുതുകയോ നമ്മൾ അവരെ സൂപ്പർ ഹീറോസാക്കി വച്ചിരിക്കുകയല്ലേ. പക്ഷേ അവരുടെ പോരാട്ടങ്ങളാണ് ഏറ്റവും വലുതെന്ന് നമ്മൾ വിശ്വസിക്കുമ്പോഴും കാലം അങ്ങനെ അല്ല. There was an idea to bring together a group of remarkable people. അയൺമാൻ 1 ശേഷമുള്ള MCUവിൻ്റെ അടുത്ത നീക്കം 6 ആഴ്ച കഴിഞ്ഞ് പുറത്തിറങ്ങിയ സിനിമയായിരുന്നു. അവർക്ക് പോലും നിയന്ത്രിക്കാൻ പറ്റാത്തൊരു ഭീകരജീവിയുടെ മുകളിലുള്ള ഒരു വെല്ലുവിളി നിറഞ്ഞ പരീക്ഷണം പല രീതിയിലും. ഇത്തവണ കവചം സ്വർണ്ണമായിരുന്നില്ല, പച്ചയായിരുന്നു. ദ ഇൻക്രെഡിബിൾ ഹൾക്ക്. സ്റ്റാൻലിയും ജാക്ക് കിർബിയും 1962 ഹൾക്കിനെ ഉണ്ടാക്കുമ്പോൾ സ്റ്റാൻലി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഡോക്ടർ ജെക്കിനും മിസ്റ്റർ ഹൈഡും ഫ്രാങ്ക്സ്റ്റൈനും ഒക്കെ ചേർന്ന ഒരാളാണ് ഹൾക്കെന്ന്. പക്ഷേ ഈ ശാപത്തെ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നത് അതത്രത്തോളം എളുപ്പമുള്ള കാര്യമല്ല. 2003 യൂണിവേഴ്സൽ പിക്ചേഴ്സ് ഇറക്കിയ ആംഗ്ലിയുടെ ഹൾക്ക് സിനിമ ഒരു രക്ഷയുമില്ലാത്ത ഫ്ലോപ്പായിരുന്നു. ഭയങ്കര സ്ലോ, സൈക്കോളജിക്കൽ, പിന്നെ ഒരു ആർട്ട് സിനിമ പോലെ ഇരിക്കും. ഇടിയും വെട്ടും പ്രതീക്ഷിച്ചു പോയ ആൾക്കാർക്ക് അന്നൊന്നും ഇഷ്ടപ്പെട്ടില്ല. ചുരുക്കി പറഞ്ഞാൽ ആ കഥാപാത്രം തന്നെ പൊളിഞ്ഞ് പാളീസായിരിക്കുന്ന സമയമായിരുന്നു അത്. അതുകൊണ്ട് തന്നെ മാർവൽ സ്റ്റുഡിയോസിന് പ്രൊഡക്ഷൻ റൈറ്റ്സ് തിരിച്ചു കിട്ടിയപ്പോൾ പ്രഷർ അത്ര ചില്ലറയല്ലായിരുന്നു. അവർക്ക് വേണ്ടത് കൂടുതൽ വേഗതയുള്ള, പേടിപ്പെടുത്തുന്ന, ത്രില്ലിംഗ് ആയൊരു ഹൾക്കിനെ ആയിരുന്നു. അതിനവർ കണ്ടെത്തിയ ഉത്തരമായിരുന്നു എഡ്വേർഡ് നോർട്ടൺ. പേപ്പറിൽ നോക്കിയാൽ ഒരു രക്ഷയുമില്ലാത്ത കാസ്റ്റിംഗ് ചോയ്സ്, ഏത് റോളും ജീവിച്ച് കാണിക്കുന്ന നടൻ. പക്ഷേ തമാശ എന്താണെന്ന് വെച്ചാൽ എല്ലാ കാര്യത്തിലും സ്വന്തം നിയന്ത്രണം വേണമെന്ന് വാശി പിടിക്കുന്ന ഒരു നടനെ നിയന്ത്രണം നഷ്ടപ്പെടുന്ന ഒരു കഥാപാത്രമായിട്ട് അവർ കാസ്റ്റ് ചെയ്തു. സെറ്റിൽ പിന്നെ പ്രശ്നങ്ങളുടെ വലിയ കഥകൾ ലീക്കാകാൻ തുടങ്ങി. അത് വെറും ചെറിയ തർക്കം മാത്രമൊന്നുമല്ല. നല്ലൊരു എഴുത്തുകാരൻ കൂടിയായ നോർട്ടൺ സാക് പെൻ എഴുതിയ സ്ക്രിപ്റ്റ് മൊത്തമായി പൊളിച്ചെഴുതി. അദ്ദേഹത്തിന് വേണ്ടിയിരുന്നത് ഒരു ഡാർക്ക് സൈക്കോളജിക്കലായ ഒരു ദുരന്ത കഥയായിരുന്നു. ആദ്യത്തെ 70 മിനിറ്റ് മുഴുവൻ ബ്രൂസ് ബാനർ മരുന്ന് കണ്ടുപിടിക്കാൻ നടക്കണം, എന്നിട്ട് ഹൾക്ക് വന്നാൽ മതി എന്നായിരുന്നു പുള്ളിയുടെ പ്ലാൻ. പക്ഷേ സ്റ്റുഡിയോ പേടിച്ചു. ആംഗ്ലിയുടെ സിനിമയുടെ അതേ അവസ്ഥ ഇനിയും വേണ്ടതില്ല. ആദ്യത്തെ 20 മിനിറ്റിനുള്ളിൽ ഒരു ഇടി കാണിക്കണം. അവസാനം സംഭവിച്ചതോ 2 ഡിഫറൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് തുന്നി ചേർത്തുണ്ടാക്കിയ ഒരു ഭീകര സ്വത്വമായിട്ടുള്ളൊരു അവിയൽ പടം. ആ സിനിമ സത്യത്തിൽ ഫ്ലോപ്പ് ആകുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കഥ വയസ്സ് നോക്കിക്കഴിഞ്ഞാൽ അതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. നോർട്ടൺ ആ സിനിമയുടെ ഫൈനൽ കട്ടിനെ പരസ്യമായിട്ട് തള്ളിപ്പറയുക കൂടി ചെയ്തു. പക്ഷേ ഈ പൊട്ടിപ്പൊളിഞ്ഞ സിനിമയ്ക്കുള്ളിൽ മാർവൽ തങ്ങളുടെ യൂണിവേഴ്സിൻ്റെ അടിത്തറ ബലപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതും വളരെ കൃത്യമായി. അതിലെ സയൻസ് തന്നെയായിരുന്നു ആദ്യത്തെ കണ്ണി. ജനറൽ തണ്ടർബോൾട്ട് റോസ് വെറും ഒരു പട്ടാള മേധാവി അല്ലായിരുന്നു. 2ാം ലോക മഹായുദ്ധകാലത്ത് നഷ്ടപ്പെട്ടു പോയ സൂപ്പർ സോൾജിയർ സെറം ഇല്ലേ, അത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാനുള്ളൊരു ശ്രമത്തിൻ്റെ തലവനായിരുന്നു അയാൾ. അതെ, ക്യാപ്റ്റൻ അമേരിക്ക ഉണ്ടാക്കിയ അതേ പ്രോഗ്രാം. ആ ശ്രമത്തിലെ ഒരു വലിയ പരാജയമായിരുന്നു ബ്രൂസ് ബാനറുടെ ഗാമ എക്സ്പെരിമെൻറ്റ്. അപ്പോൾ ഹൾക്ക് വെറും ഒരു അപകടകാരിയായിരുന്നില്ല, മാർവലിൻ്റെ ആദ്യത്തെ ഹീറോയുടെ ഒരു ഡാർക്ക് റിഫ്ലക്ഷനായിരുന്നു. സിനിമ ഒരിക്കലും സംഭവിക്കാത്തൊരു ഭാവിയെപ്പറ്റി പോലും അതിൽ പറഞ്ഞു. ബാനറുടെ ഓൺലൈൻ സുഹൃത്ത് മിസ്റ്റർ ബ്ലൂ സാമുവൽ സ്റ്റേൺസ് എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. ക്ലൈമാക്സിൽ ബാനറുടെ രക്തം സ്റ്റേൺസിൻ്റെ തലയിൽ വീഴുകയും അയാളുടെ തല വലുതാകാൻ തുടങ്ങുകയും ചെയ്യുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. ഇത് ഹൾക്കിൻ്റെ ക്ലാസിക് വില്ലനായ ദ ലീഡറിലേക്കുള്ളൊരു ഒന്നൊന്നര സെറ്റപ്പായിരുന്നു. പക്ഷേ സിനിമയുടെ പ്രശ്നങ്ങൾ കാരണം ഇത് നടക്കാതെ പോയിരുന്നു. ബോക്സ് ഓഫീസിൽ ഇൻക്രെഡിബിൾ ഹൾക്ക് നേടിയത് $264 മില്യൺ. ഇതൊരു പരാജയമല്ല. പക്ഷേ അയൺമാൻ്റെ 585 മില്യൺ വെച്ച് നോക്കുമ്പോൾ ഇതൊരു വീഴ്ച തന്നെയായിരുന്നു. പക്ഷേ അതിലും വലിയ പ്രത്യാഘാതം നടന്നത് പിന്നണിയിലാണ്. കെവിൻ ഫൈഗിക്ക് പരസ്യമായിട്ടൊരു പ്രസ്താവന തന്നെ ഇറക്കേണ്ടി വന്നു. നോർട്ടൺ അയാളിനി ഈ റോളിൽ ഉണ്ടാവില്ല എന്ന്. കാരണം തങ്ങളുടെ മറ്റ് കഴിവുള്ള നടന്മാരുമായിട്ട് സഹകരിച്ചു പോകാൻ കഴിയുന്നൊരു മനോഭാവം ഹൾക്കായിട്ട് അഭിനയിക്കുന്ന ആൾക്ക് വേണം. ഇതായിരുന്നു ഫൈഗിയുടെ പോയിൻ്റ്. അങ്ങനെ അവഞ്ചേഴ്സ് ടീമിലെ ഒരു സ്ഥാപക മെമ്പറിന് അക്ഷരാർത്ഥത്തിൽ ഒറ്റയടിക്ക് മുഖം മാറി. അതിന് മോശമായൊരു കാര്യം, ആ രാക്ഷസനെ ഒരു നിയമപരമായിട്ടുള്ള പ്രേതം വേട്ടയാടുന്നുണ്ട് എന്നുള്ളതായിരുന്നു.
സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ റൈറ്റ്സ് അപ്പോഴും യൂണിവേഴ്സലിൻ്റെ കയ്യിലായിരുന്നു. അതായത് മാർവലിന് ഹൾക്കിനെ മറ്റ് ടീമപ്പ് സിനിമകളിൽ ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ഒരു സോളോ സിനിമയായിട്ട് ഇറക്കണമെങ്കിൽ ലാഭത്തിൻ്റെ വലിയ വിഹിതം യൂണിവേഴ്സലിന് കൊടുക്കണം. ഇൻക്രെഡിബിൾ ഹൾക്കിലും അത് സംഭവിച്ചു. സോ ഹൾക്ക് ദേഷ്യത്തിൻ്റെ ഒരു തടവുകാരൻ മാത്രമായിരുന്നില്ല, കരാറുകളുടെ ചങ്ങലയിലും അയാൾ ബന്ധിക്കപ്പെട്ടിരുന്നു. അതുകൊണ്ടാണ് ഇൻക്രെഡിബിൾ ഹൾക്കിന് ശേഷം ഇന്ന് വരെ ഒരു സോളോ MCU ഹൾക്ക് സിനിമയായിട്ട് ഇറങ്ങാത്തത്. എന്നിട്ടും ആ ഒരൊറ്റ പോസ്റ്റ് ക്രെഡിറ്റ് സീനിലെല്ലാം മാറി മറിഞ്ഞു. ടോണി സ്റ്റാർക്ക് ഒരു ബാറിലേക്ക് ജനറൽ റോസിനെ കാണാനായിട്ട് വരുന്നുണ്ട്. അത് വെറും ഒരു ക്യാമിയൊന്നുമല്ല, അതൊരു കഥയുടെ തിരുത്തലും ഗംഭീരമായൊരു വേൾഡ് ബിൽഡിങ്ങുമാണ്. ഒരു ഹീറോ മറ്റൊരു ഹീറോയുടെ സിനിമയിലേക്ക് വരുന്നതായിട്ട് കാണിക്കുന്നു. അവഞ്ചേഴ്സ് ഇനിഷ്യേറ്റീവ് എന്ന പ്ലാൻ നടക്കുന്നുണ്ട് എന്നത് വീണ്ടും പതുക്കെ സ്ഥാപിക്കുന്നുണ്ട്. പ്രേക്ഷകരുടെ കാതിലൊരു രഹസ്യം പോലെ ആ സിനിമ ഒരു കാര്യം പറഞ്ഞു: ഈ യൂണിവേഴ്സ് അത് യാഥാർത്ഥ്യമാണ്. നമ്മുടെ എല്ലാ കളിക്കാരും ഇപ്പോൾ കയ്യിലില്ലെങ്കിൽ പോലും അത് നടക്കും. You should listen. What if I told you we were putting a team together? Who's we? ഹൾക്കിൻ്റെ വീഴ്ചയ്ക്ക് ശേഷം MCUവിന് പ്രഷർ കൂടി. പിന്നെ ഇറക്കുന്ന സിനിമ, പ്രത്യേകിച്ച് അയൺമാൻ 2 ഒക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈ മിന്നൽ വിജയം വീണ്ടും കിട്ടുമോ എന്നുള്ളതായിരുന്നു സംശയം. 2009 ഡിസ്നി $4 ബില്യൺ മാർവലിനെ വാങ്ങിച്ചു. പെട്ടെന്ന് കെവിൻ ഫൈഗിക്ക് ഉത്തരം പറയേണ്ടത് സ്വന്തം പാർട്ട്നേഴ്സിനോടല്ല, ഡിസ്നിയുടെ മുതലാളിമാരോടായി. വിജയം ആവർത്തിക്കണം, ലോകം വലുതാക്കണം, അതും എത്രയും പെട്ടെന്ന്. അതിൻ്റെ ഫലമായിരുന്നു ദ അയൺമാൻ 2. കോർപ്പറേറ്റ് പ്രഷറിൻ്റെ തീയിൽ വാർത്തെടുത്തൊരു സിനിമ. ഡയറക്ടർ ജോൺ ഫാവറോയ്ക്ക് വളരെ കുറച്ച് സമയം മാത്രമേ കിട്ടിയുള്ളൂ. ഹോളിവുഡിനെ സ്തംഭിപ്പിച്ച റൈറ്റേഴ്സ് സ്ട്രൈക്ക് കാരണം സിനിമ തുടങ്ങുമ്പോഴേക്കും സ്ക്രിപ്റ്റ് ഇവിടെയും കംപ്ലീറ്റ് ആയിരുന്നില്ല. മാർവലിൻ്റെ എക്സിക്യൂട്ടീവുകൾ ഒരു ക്രിയേറ്റീവ് കമ്മിറ്റിയുടെ ഭാഗമാണ്. അവർക്ക് വേണ്ടത് ഒരു കഥയല്ല, ഒരു ലോഞ്ച് പാഡാണ്. അതൊരു സിനിമ എന്നതിലുപരി വരാനിരിക്കുന്ന 5 സിനിമകളുടെ ഒരു പരസ്യം പോലെ നിൽക്കണം. കോമിക്സിലെ ഡിമോൺ ഇൻ എ ബോട്ടിൽ എന്ന ഫേമസ് കഥയിലെ ആൽക്കഹോളിസം എന്ന പ്രശ്നമില്ലേ, അതിനെ അയൺമാൻ 2വിൻ്റെ ഉള്ളിൽ സയൻസ് ഫിക്ഷൻ രീതിയിലുള്ള പലേഡിയം പോയിസണിങ് എന്ന് പറയുന്ന അയൺമാൻ്റെ ചെസ്റ്റിൽ വെച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യലായിട്ടുള്ള ആ ഒരു ഉപകരണത്തിൽ നിന്ന് വരുന്ന റേഡിയേഷനാക്കി മാറ്റിയിട്ട് കുറച്ച് കഥയൊക്കെ അതിനകത്ത് ഇൻക്ലൂഡ് ചെയ്ത് അതിനുള്ളിൽ വീണ്ടും മറ്റൊരു രീതിയിൽ ആൽക്കഹോളിസം വന്ന് ഒന്ന് സെറ്റപ്പാക്കി എടുക്കുകയാണ് അയൺമാൻ 2 ചെയ്തത്. പക്ഷേ സിനിമയുടെ കാര്യത്തിലല്ല, കാസ്റ്റിങ്ങിൽ ഒരു ഷോക്ക് സംഭവിച്ചിരുന്നു. ജെയിംസ് റോഡ്സിനെ അവതരിപ്പിച്ച ടെറൻസ് ഹൊവാർഡ് പുറത്തുപോയി. പകരം ഡോൺ ഷീഡിൽ അകത്തായി. അതിന് കാരണം കൈപ്പേറിയ ഒരു ശമ്പള തർക്കമായിരുന്നു. ആദ്യ സിനിമയുടെ വൻ വിജയത്തിന് ശേഷം റോബർട്ട് ഡൗണി ജൂനിയറിൻ്റെ ശമ്പളം ആകാശം മുട്ടെ ഉയർന്നു. ഹോവാർഡും അതുപോലെ ഒരു വർധനവ് പ്രതീക്ഷിച്ചിരുന്നു. പക്ഷേ സ്റ്റുഡിയോ സമ്മതിച്ചില്ല, അങ്ങനെ ആളെ മാറ്റി. സിനിമയുടെ കഥ തന്നെ അങ്ങനെ ഒരു ഞാണിന്മേൽ കളിയായി മാറി. വില്ലനായ വിപ്ലാഷിനെ അവതരിപ്പിച്ച മിക്കി റൂർക്ക് ആ സമയത്ത് ഓസ്കാർ നോമിനേഷൻ കിട്ടി തിളങ്ങി നിൽക്കുന്ന സമയം. പക്ഷേ പുള്ളിയുടെ പരാതി ഇതായിരുന്നു: ഞാൻ ഇത്രയും നല്ലൊരു വില്ലനായി നിന്നപ്പോൾ തൻ്റെ സങ്കീർണനായ വില്ലനെ എഡിറ്റിങ്ങിൽ വെട്ടി നിരത്തി വെറും ഒരു ഇലക്ട്രിക് ചാട്ടവാറുള്ള ഒരു കാർട്ടൂൺ ഗുണ്ടയാക്കി മാറ്റിയെന്ന് അയാൾ പറഞ്ഞു. സത്യം പറഞ്ഞാൽ വിമർശകരും പലരും അത് തന്നെ പറഞ്ഞിരുന്നു. കഥയില്ലാതെ കുറേ സെറ്റപ്പുകൾ മാത്രം കുത്തി നിറച്ചൊരു സിനിമ. പക്ഷേ ആ അലങ്കോലത്തിനിടയിലും മാർവൽ വിത്തുകൾ പാകുന്നുണ്ടായിരുന്നു. സ്കാർലറ്റ് ജൊഹാൻസൺ, നതാഷ റോമനോസ് അഥവാ ബ്ലാക്ക് വിഡോ ആയിട്ട് അതിൻ്റെ ഉള്ളിൽ അരങ്ങേറ്റം കുറിച്ചു. ഷീൽഡ് ഇനി ഒരു രഹസ്യമല്ല, സിനിമയുടെ പ്രധാനപ്പെട്ട ഭാഗമായി മാറി. നിക് ഫ്യൂരി നിഴലിൽ നിന്ന് പുറത്തേക്ക് വന്ന് ഒരു ഞെട്ടിക്കുന്ന സത്യം വെളിപ്പെടുത്തി. ടോണിയുടെ അച്ഛൻ ഹോവാർഡ് സ്റ്റാർക്ക് വെറും ഒരു ആയുധ കച്ചവടക്കാരനായിരുന്നില്ല. അദ്ദേഹം ഒരു ദീർഘദർശിയും ഷീൽഡിൻ്റെ സ്ഥാപകരിൽ ഒരാളുമായിരുന്നു. ഭൂതകാലം അക്ഷരാർത്ഥത്തിൽ ഭാവിയെ നിർമ്മിക്കുകയായിരുന്നു. ടോണി തൻ്റെ അച്ഛൻ്റെ പഴയ ഫിലിം റോളുകൾ കാണുമ്പോൾ ഹോവാർഡിൻ്റെ ഒരു നോട്ട്ബുക്കിലുള്ളൊരു ക്യൂബ് പോലെയുള്ള വസ്തുവിൻ്റെ ചിത്രം കാണിക്കുന്നുണ്ട്. അത് ടെസറാക്റ്റാണ്. ആ വേൾഡ് ബിൽഡിങ്ങിന് ഒരു ദയയുമില്ലായിരുന്നു. ഷീൽഡ് മോണിറ്ററുകളിൽ ഹൾക്കിൻ്റെ യൂണിവേഴ്സിറ്റിയിലെ അഴിഞ്ഞാട്ടത്തിൻ്റെ വാർത്തകൾ സൈലൻ്റായിട്ട് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ലോക ഭൂപടത്തിൽ അമാനുഷിക പ്രവർത്തനങ്ങളുടെ ഹോട്ട്സ്പോട്ടുകൾ അടയാളപ്പെടുത്തിയിരിക്കുന്നതായി കാണിക്കുന്നുണ്ട്. ആഫ്രിക്കയിലെ ഒരു സ്ഥലം അത് വക്കാണ്ടയിലേക്കും, അറ്റ്ലാന്റിക്കിലെ മറ്റൊരു സ്ഥലം അറ്റ്ലാന്റിസിലേക്കും, ന്യൂ മെക്സിക്കോയിലെ ഒരു വലിയ ഗർത്തത്തിലേക്കും ഒക്കെ വിരൽ ചൂണ്ടി. ആ ഗർത്തത്തിലാണ് സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ ഏജന്റ് കോൾസൺ പോകുന്നത്. സർ എന്നയാൾ ഫ്യൂരിയെ വിളിച്ചു പറയുന്നുണ്ട്. ക്യാമറ താഴേക്ക് പായുമ്പോൾ മണലിൽ പാതി പൂണ്ടുപോയൊരു വെള്ളി ചുറ്റിക കാണാം. മ്യോൾനീർ എത്തിക്കഴിഞ്ഞിരുന്നു. അതേസമയം കാണാതായവരെ പറ്റി ആരാധകർ സംസാരിച്ചു തുടങ്ങി. ഓൺലൈൻ ഫോറങ്ങളിൽ ചർച്ചകൾ കത്തിപ്പടർന്നു. സ്പൈഡർമാനും എക്സ്മെനും ഒക്കെ എവിടെ? ഫോക്സിൻ്റെ എക്സ്മെൻ ഫ്രാഞ്ചൈസി വീണ്ടും ഉഷാറായി വരുന്നുണ്ടായിരുന്നു. സോണി ആണെങ്കിൽ ആൻഡ്രൂ ഗാർഫീൽഡിനെ വെച്ച് സ്പൈഡർമാൻ റീബൂട്ട് ചെയ്യുന്നു. മാർവൽ തങ്ങളുടെ എതിരാളികൾ നോക്കി നിൽക്കുകയാണ് ഈ യൂണിവേഴ്സ് പണിഞ്ഞത്. സോ ഏതൊക്കെ ഹീറോകൾ കൂട്ടത്തിലുണ്ട്, ഏതൊക്കെ ഇല്ല എന്നെല്ലാവർക്കും വ്യക്തമായിരുന്നു.
അയൺമാൻ ടെക്നോളജിയിലായിരുന്നെങ്കിൽ മാർവലിൻ്റെ അടുത്ത ഹീറോ പുരാണമായിരുന്നു, മിത്തോളജി. സ്റ്റാൻലി തന്നെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഹൾക്കിനേക്കാൾ ശക്തനായ ഒരാളെ എങ്ങനെ ഉണ്ടാക്കും? അയാളൊരു ദൈവമായിരിക്കണം. പക്ഷേ ക്രിസ്റ്റഫർ നോളൻ്റെ ബാറ്റ്മാൻ ഉണ്ടാക്കിയെടുത്ത റിയലിസ്റ്റിക് ഹീറോകളുടെ കാലത്ത് ഇതായിരുന്നു മാർവലിൻ്റെ ഏറ്റവും വലിയ വെല്ലുവിളി. എങ്ങനെ ആളുകൾക്ക് ചിരി വരാത്ത രീതിയിൽ ഈ കഥാപാത്രത്തെ ഒരു സിനിമയാക്കി മാറ്റും? അതിനുള്ള ഉത്തരം ആർത്തർ സി ക്ലാർക്കിൻ്റെ ഒരു വാചകമാണ്. അത് സിനിമയുടെ അമരത്ത് വന്നു നിന്നു. വളരെ പുരോഗതി പ്രാപിച്ച ഏത് സാങ്കേതികവിദ്യയും മാജിക്കിൽ നിന്ന് ഡിഫറൻഷ്യേറ്റ് ചെയ്തറിയാൻ കഴിയില്ല. ഈ ഒരൊറ്റ ആശയം MCUവിൻ്റെ കീ ആയിട്ട് മാറി. ദൈവങ്ങളെയും ഏലിയൻസിനെയും മന്ത്രവാദത്തെയും ബ്ലാക്ക് മാജിക്കിനെയും എല്ലാം അവരുടെ സയൻസ് അടിസ്ഥാനമാക്കിയുള്ള ലോകത്തേക്ക് കൊണ്ടുവരാനുള്ളൊരു വഴിയായിരുന്നു ഇത്. അവരുടെ ഏറ്റവും വലിയ തീരുമാനം ഷേക്സ്പിയർ നാടകങ്ങളുടെ രാജാവായ കെന്നത്ത് ബ്രാനയെ ഡയറക്ടറായി നിയമിച്ചതായിരുന്നു. അദ്ദേഹം ഓഡിൻ്റെയും മക്കളുടെയും കുടുംബ പ്രശ്നങ്ങളെ ഒരു ഷേക്സ്പിയർ ദുരന്ത നാടകത്തിൻ്റെ ഗൗരവത്തോടെ അവതരിപ്പിക്കാൻ തുടങ്ങി. കാസ്റ്റിങ്ങും അതുപോലെ റിസ്ക് ആയിരുന്നു. ക്രിസ് ഹെംസ്വർത്ത് ആരും അറിയാത്തൊരു ഓസ്ട്രേലിയൻ നടനായിരുന്നു. ഒരു മോശം ഓഡിഷൻ്റെ പേരിൽ ഏകദേശം അയാളെ ഒഴിവാക്കിയിരുന്നു. പുള്ളിയുടെ അനിയൻ ലിയാം ഹെംസ്വർത്ത് ഓഡിഷന് വന്നതുകൊണ്ടാണ് ക്രിസിന് രണ്ടാമതൊരു ചാൻസ് കിട്ടിയതെന്ന് റിപ്പോർട്ടുണ്ട്. വില്ലനായ ലോക്കിയുടെ റോള് കിട്ടിയത് ടോം ഹിഡിൽസ്റ്റണിനാണ്. സത്യത്തിൽ പുള്ളി വന്നത് തോറാവാൻ വേണ്ടിയായിരുന്നു. പക്ഷേ ആ ഒരൊറ്റ തീരുമാനം സിനിമയിലെ ഏറ്റവും പ്രിയപ്പെട്ട വില്ലന്മാരിൽ ഒരാളെ സൃഷ്ടിച്ചു. വില്ലനാണോ അല്ലയോ എന്നുള്ളത് പെർസ്പെക്റ്റീവാണ്. പക്ഷേ ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട വില്ലൻ എന്നാണ്. സിനിമയിലെ ഭൂമിയിലെ കഥയെ നിയന്ത്രിച്ചത് സ്ഥിരം സാന്നിധ്യമായ ഷീൽഡായിരുന്നു. സിനിമയുടെ ഷൂട്ടിങ്ങിനിടയിൽ ചേർത്ത ഒരു ചെറിയ സീനിൽ ഒരു ക്രെയിനിൻ്റെ മുകളിൽ അമ്പും വില്ലുമായി ഒരു ഏജൻറ്റ് നിൽക്കുന്നത് കാണാൻ പറ്റും. അത് ജെറമി റെന്നർ അവതരിപ്പിച്ച ക്ലിൻ ബാർട്ടൺ അഥവാ ഹോക്കൈ ആയിരുന്നു. വെറും ഒരു അമ്പ് ചെയ്യുന്നവൻ എന്ന് ചിലർ തള്ളിക്കളഞ്ഞ ഒരു കഥാപാത്രം. പക്ഷേ ടീമിൻ്റെ കെട്ടുറപ്പിന് അയാൾ അത്യാവശ്യമാണെന്ന് മാർവലിന് നന്നായിട്ട് അറിയാമായിരുന്നു. തോർ $449 മില്യൺ നേടി. അതൊരു അത്ഭുതപ്പെടുത്തുന്ന ആഗോള വിജയം തന്നെയാണ്. പ്രേക്ഷകർ തങ്ങളുടെ കൂടെ നക്ഷത്രങ്ങൾക്കപ്പുറം വരുമെന്ന് അത് തെളിയിച്ചു. സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ അവരുടെ പ്ലാനിൻ്റെ യഥാർത്ഥ വലിപ്പം വെളിപ്പെടുത്തുന്നുണ്ട്. നിക് ഫ്യൂരി ഡോക്ടർ ഐറിക് സെൽവീഗിന് മുന്നിലൊരു ബ്രീഫ് കേസ് തുറക്കുന്നുണ്ട്. അതിനുള്ളിൽ നീല നിറത്തിൽ തിളങ്ങുന്നൊരു ക്യൂബ്, അതാണ് ടെസ്സറാക്റ്റ്. MCUവിൻ്റെ ആദ്യത്തെ ഇൻഫിനിറ്റി സ്റ്റോൺ രംഗത്തേക്ക് വരുന്നു. കാണുന്ന പ്രേക്ഷകർക്കറിയില്ലായിരുന്നു സെൽവീഗ് അപ്പോഴേക്കും തോൽപ്പിക്കപ്പെട്ടെന്ന് കരുതിയ ലോക്കിയുടെ മാനസിക നിയന്ത്രണത്തിലായിരുന്നു എന്നുള്ളത്. മാർവൽ നിശബ്ദമായ ഒരു കാര്യം പ്രഖ്യാപിച്ചു. ഫോക്സിനോ സോണിക്കോ സങ്കല്പിക്കാൻ കഴിയുന്നതിലും വലിയൊരു കഥയാണ് ഞങ്ങൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നത്. മാർവലിൻ്റെ എല്ലാ ഹീറോകളിലും സിനിമയാക്കാൻ ഏറ്റവും പാടുള്ള ഒരാളെന്ന് പറയുന്നത് ക്യാപ്റ്റൻ അമേരിക്കയാണ്. 1941 ജോ സൈമണും ജാക്ക് കിർബിയും ചേർന്ന് രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ പ്രൊപ്പഗാണ്ടയായി ഉണ്ടാക്കിയ ഒരു കഥാപാത്രം. അദ്ദേഹത്തെ കോമിക്സിൽ തന്നെ ഹിറ്റ്ലറെ ഇടിക്കുന്ന നായക കഥാപാത്രമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. പക്ഷേ 70 വർഷങ്ങൾക്കിപ്പുറം ഈ നെഗറ്റിവിറ്റിയുടെയും രാഷ്ട്രീയ വിഭജനങ്ങളുടെയും കാലത്ത് ഒരു പതാകയുടെ കോസ്റ്റ്യൂം ഇട്ട ഒരാളെ പ്രേക്ഷകർ സ്വീകരിക്കൂ? കാസ്റ്റിംഗ് പോലും ഭയങ്കര ഡിബേറ്റബിളും വിവാദമൊക്കെ ആയിരുന്നു. ക്രിസ് ഇവാൻസ് അപ്പോഴേക്കും ഫോക്സിൻ്റെ പരാജയപ്പെട്ട ഫെൻറ്റാസ്റ്റിക് ഫോർ സിനിമയിൽ ഹ്യൂമൻ ടോർച്ചിനെ അവതരിപ്പിച്ച് കഴിഞ്ഞിരുന്നു. ആരാധകർ സംശയിച്ച കാര്യം അയാൾക്ക് ഈ റോളിൽ ശോഭിക്കാൻ കഴിയുമോ എന്നുള്ളതാണ്. ഇവാൻസ് തന്നെ ആ റോൾ പലതവണ നിരസിച്ചു. ഇനി വരാനിരിക്കുന്ന 9 സിനിമകളുടെ കോൺട്രാക്റ്റും ഒരു അമേരിക്കൻ സൂപ്പർ ഹീറോയെ അവതരിപ്പിക്കുന്നതിൻ്റെ പ്രഷറും പേടിച്ചാണ് ഇത് ചെയ്തത്. അവസാനം റോബർട്ട് ഡൗണി ജൂനിയർ നേരിട്ട് വിളിച്ചതിന് ശേഷമാണ് ക്രിസ് ഇവാൻസ് സമ്മതിച്ചത്. മാർവൽ ആശ്രയിച്ചത് ആത്മാർത്ഥതയെ മാത്രമാണ്. നമ്മൾ സ്നേഹിച്ചത് ക്യാപ്റ്റൻ അമേരിക്കയാണോ? അല്ല, സ്റ്റീവ് റോജേഴ്സിനെ അല്ലേ? ശരീരം ഉണങ്ങിയിരുന്നിട്ടും പട്ടാളത്തിൽ ചേരാൻ ആഗ്രഹിച്ച് ഒരുപാട് ബുള്ളിങ് അനുഭവിച്ച ഒരു ഡെമ്മി ഗ്രനേഡിൻ്റെ മുകളിലേക്ക് ചാടി വീണ മെലിഞ്ഞ സത്യസന്ധനായ ഒരു പയ്യൻ. ശക്തി കൊണ്ടല്ല, ധൈര്യം കൊണ്ടാണ് അയാൾ ആദ്യത്തെ പാർട്ടിൽ തന്നെ ഹീറോയായി മാറുന്നത്. സൂപ്പർ സെറം കൊണ്ടൊരു സോൾജിയറായി മാറിയില്ലെങ്കിൽ പോലും നമുക്ക് ആരാധിക്കാൻ കഴിയുന്ന ക്വാളിറ്റികളുള്ള ഒരു വലിയ മനുഷ്യൻ, കാഴ്ചയിൽ ചെറുതാണെങ്കിൽ. സോ ഈ ഒരു ഹീറോയായ മനുഷ്യനെ MCUവിൻ്റെ എല്ലാ കഥകളും കൂട്ടിയോജിപ്പിക്കുന്ന ഒരു ചടങ്ങിലേക്കാണ് ക്യാപ്റ്റൻ അമേരിക്കയായിട്ട് ക്ഷണിക്കുന്നത്. നമ്മൾ യുവാവായ ഹോവാർഡ് സ്റ്റാർക്കിനെ കാണുന്നുണ്ട്. അദ്ദേഹം ക്യാപ്റ്റൻ്റെ പ്രശസ്തമായ വൈബ്രേനിയം ഷീൽഡ് ഉണ്ടാക്കുന്നതായും കാണാം. വില്ലനായ റെഡ് സ്കള്ള് നാസികളുടെ സയൻസ് വിഭാഗമായ ഹൈഡ്രയുടെ തലവനാണ്. അയാൾ തേടുന്നതും ടെസ്സറാക്റ്റിനെയാണ്. അയാൾ അതിനെ വിളിക്കുന്നത് ഓഡിൻ്റെ നിധിശേഖരത്തിലെ രത്നമെന്നാണ്. സോ പെട്ടെന്ന് അസ്ഗാർഡിൻ്റെ പുരാണങ്ങളും ഭൂമിയിലെ ചരിത്രവും ഒരു കഥയുടെ ഭാഗമായിട്ട് അങ്ങനെ മാറുന്നുണ്ട്. റെഡ് സ്കൾ മന്ത്രിക്കുന്ന ഹൈഡ്രയുടെ ആപ്തവാക്യം തന്നെ ഒരു തല വെട്ടിയാൽ പകരം 2 എണ്ണം മുളയ്ക്കുമെന്നുള്ളതാണ്.
വർഷങ്ങൾക്ക് ശേഷം വരാനിരിക്കുന്ന വലിയൊരു ട്വിസ്റ്റിനെ നമുക്ക് മുന്നിൽ കാണിപ്പിക്കുന്ന പേടിപ്പിക്കുന്നൊരു സൂചനയായിരുന്നു അത്. കാരണം ഈ ഹൈഡ്ര പോയതിന് ശേഷം ഷീൽഡിൻ്റെ ഉള്ളിലേക്ക് ഹൈഡ്രയിലെ പല സയൻറ്റിസ്റ്റുകളെയും റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. അവസാനം ഷീൽഡിൻ്റെ ഉള്ളിൽ തന്നെ വിഭജനവും പിളർപ്പും ഒക്കെ ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ നമ്മൾ പിന്നെ കാണുന്നുണ്ട്. അതാണ് ആ ഒരു പ്രയോഗം കൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടൊന്നും മാർവൽ നിർത്തിയില്ല. ദ കൺസൾട്ടൻ്റ് എന്നൊരു ഡയറക്റ്റ് ടു വീഡിയോ ഷോർട്ട് ഫിലിമിലൂടെ അവർ ഒരു ഗംഭീര റെഡ്കോൺ നടത്തി. ജനറൽ റോസിൻ്റെ അബോമിനേഷനെ അവഞ്ചേഴ്സ് ടീമിൽ ചേർക്കാനുള്ളൊരു പ്ലാൻ പൊളിക്കാൻ വേണ്ടി ടോണി സ്റ്റാർക്കിനെ അങ്ങോട്ട് മനഃപൂർവ്വം അയച്ചത് ഏജൻറ്റ് കോൾസൺ ആയിരുന്നു. ഇങ്ങനെയാണ് ആ ഷോർട്ട് ഫിലിം വെളിപ്പെടുത്തുന്നത്. അതെ, ഓരോ നിമിഷവും പ്രധാനപ്പെട്ടതാണെന്ന് തെളിയിക്കുന്ന ആ ഒരു വലിയ ചിത്രത്തിലെ ഒരു ചെറിയ തുന്നിച്ചേർക്കലായിട്ട് നമുക്കതിനെ പറയാൻ പറ്റും. മാത്രമല്ല, സിനിമയുടെ അവസാനം ഒരു നായകൻ്റെ യഥാർത്ഥ പരീക്ഷണമായിട്ട് കാണിക്കുന്നത് റെഡ് സ്കള്ളിനോട് ഫേസ് ടു ഫേസ് അറ്റാക്ക് ചെയ്യുന്ന പോരാട്ടമല്ല, മറിച്ച് ലോകത്തെ രക്ഷിക്കാൻ സ്വയം സ്വപ്നങ്ങൾ ബലികഴിക്കേണ്ടി വന്ന ആ നിമിഷങ്ങളാണ്. ന്യൂയോർക്കിനെ ലക്ഷ്യം വെച്ച് പറക്കുന്ന ഒരു ബോംബർ വിമാനത്തെ തകർക്കാൻ സ്റ്റീവ് റോജേഴ്സിൻ്റെ മുന്നിൽ ഒറ്റ വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. അതിനെ തണുത്തുറഞ്ഞ ആർട്ടിക് മഞ്ഞിലേക്ക് ഇടിച്ചിറക്കുക. അവൻ്റെ അവസാന വാക്കുകൾ റേഡിയോയിലൂടെ പെഗ്ഗി കാർട്ടറോടായിരുന്നു, അതായത് പുള്ളിക്കാരൻ്റെ ഗേൾ ഫ്രണ്ടിനോടായിരുന്നു. അതൊരു വിടവാങ്ങലായിരുന്നില്ല, മറിച്ച് ഒരുമിച്ച് നൃത്തം ചെയ്യാനുള്ള നടക്കാതെ പോയൊരു സ്വപ്നത്തെക്കുറിച്ചുള്ള വാഗ്ദാനമായിരുന്നു. ലക്ഷക്കണക്കിന് അപരിചിതർക്ക് വേണ്ടി സ്വയം ജീവിതം അയാൾ ആ മഞ്ഞുപാളികൾക്കിടയിൽ ഉപേക്ഷിച്ചു. 70 വർഷം ആ ഇതിഹാസം അവിടെ തണുത്തുറഞ്ഞു കിടന്നു. എന്നാൽ വിധി ആ അധ്യായത്തെ അവസാനിപ്പിച്ചിരുന്നില്ല. അയാൾ കണ്ണു തുറക്കുന്നത് ഇന്നത്തെ ന്യൂയോർക്കിലെ ടൈം സ്ക്വയറിലാണ്. ചുറ്റും അപരിചിതമായ ലോകം, അപരിചിതരായ മനുഷ്യർ, കൂട്ടുകാരോ സ്നേഹിച്ചവരോ അയാൾ പോരാടിയ ലോകമോ ഇല്ലാത്തൊരിടത്ത് അയാൾ ഒറ്റയ്ക്ക് കിടക്കുന്നു. നിക് ഫ്യൂരി സത്യം വെളിപ്പെടുത്തുമ്പോൾ റോജറിൻ്റെ മുഖത്ത് ലോകം രക്ഷിച്ചതിൻ്റെ ആശ്വാസമായിരുന്നില്ല, ഒരു കാലം തെറ്റിയ മനുഷ്യൻ്റെ നെഞ്ചു പൊട്ടുന്ന വേദനയായിരുന്നു. അവൻ്റെ ആദ്യത്തെ വാക്കൊരു ഓർമ്മപ്പെടുത്തലായിരുന്നു, ഐ ഹാഡ് എ ഡേറ്റ്. അതെ, അവഞ്ചേഴ്സ് എന്ന ആശയത്തിൻ്റെ ആത്മാവ്, അതിൻ്റെ ഹൃദയം ഇപ്പോൾ ഉണർന്നിരിക്കുന്നു. ആധുനിക ലോകത്തിൻ്റെ സങ്കീർണതകൾക്ക് നടുവിൽ പഴയ ലോകത്തിൻ്റെ മൂല്യങ്ങളുമായി ഒരു പോരാളി ഒറ്റയ്ക്ക് നിന്നു. അവസാനത്തെ കരുവും കളത്തിലിറങ്ങി. 4 വർഷം, 5 സിനിമകൾ, മുഖം മാറിയ ഒരു ഹീറോ, അലങ്കോലമായ ഒരു രണ്ടാം ഭാഗം, ഒരു ബഹിരാകാശ ദൈവം, കാലം തെറ്റി വന്ന ഒരു മനുഷ്യൻ, ഒരുപാട് സംശയങ്ങൾ. ആ വലിയ പരീക്ഷണത്തിൻ്റെ അവസാനമായിരുന്നു ഇത്, ദ അവഞ്ചേഴ്സ്. ഹോളിവുഡ് ഒന്നടങ്കം പറഞ്ഞു ഇത് നടക്കാത്ത കാര്യമാണ്, ഒരു ക്രിയേറ്റീവ് ദുരന്തമാവും ഇത്. ഒരുപാട് താരങ്ങൾ, ഒരുപാട് ഈഗോകൾ, അതിനെല്ലാം മുകളിൽ ഡിസ്നിയുടെ പ്രഷർ. സ്പൈഡർമാനോ വൂൾവറിനോ ഇല്ലാതെ ഈ സിനിമ വിജയിച്ചേ പറ്റൂ. മാർവൽ ആ ദൗത്യം ഏൽപ്പിച്ചത് ഹോളിവുഡിലെ വമ്പന്മാരെ അല്ല, TV സീരിയലുകളിലൂടെ പ്രശസ്തനായ ജോസ് വീഡറിനെയാണ്. വീഡറിന് ഒരൊറ്റ സത്യം അറിയായിരുന്നു, ഇത് സ്ഫോടനങ്ങളുടെ കഥയല്ല, തകർന്നുപോയ കുറേ മനുഷ്യരുടെ കഥയാണ്, ഒരുമിച്ച് നിൽക്കാൻ പഠിക്കുന്നവരുടെ കഥ. ആ പസിലിലെ അവസാനത്തെ കഷ്ണമായിരുന്നു ഹൾക്ക്. ഒരു ദശാബ്ദത്തിനുള്ളിൽ 3ാമത്തെ നടനായി മാർക്ക് റഫലോ വന്നു. ബാനറുടെ വേദനയ്ക്ക് അതൊരു പുതിയ മുഖം നൽകി. അതോടെ മാർവലിൻ്റെ രാക്ഷസ പ്രശ്നം എന്നേക്കുമായി പരിഹരിക്കപ്പെട്ടു. അവർ അതുവരെ ഇട്ട ഓരോ നൂലിഴയും ഒരു സിനിമയിൽ ഒന്നിച്ചു ചേർക്കേണ്ട സമയം. ലോക്ക് ടെസ്സറാക്റ്റുമായിട്ട് ഭൂമിയിലേക്ക് വരുന്നു. എല്ലാ സിനിമകളിലും നമ്മളോടൊപ്പം നടന്ന സാധാരണക്കാരനായ ഏജൻറ്റ് കോൾസൻ്റെ മരണം ആ ടീമിനെ ഒരുമിപ്പിക്കുന്നു. അവസാനം 2012 മെയ് മാസത്തിൽ ദ അവഞ്ചേഴ്സ് തിയേറ്ററുകളിലെത്തി. റിസൾട്ടോ ലോകമെമ്പാടും $1.5 ബില്യൺ. ക്രിസ്റ്റഫർ നോളൻ്റെ ഐതിഹാസിക ചിത്രമായിട്ടുള്ള ദ ഡാർക്ക് നൈറ്റ് റൈസസിനേക്കാൾ കൂടുതൽ. മാർവൽ അസാധ്യമാണെന്ന് കരുതിയതിനെ സാധ്യമാക്കി. അവരുടെ ബി ടീം എന്ന് വിളിക്കപ്പെട്ടവർ പുതിയ എ ലിസ്റ്റായി മാറി. പക്ഷേ മിഡ് ക്രെഡിറ്റ് സീനിൽ ആ കൈകളിലെ യഥാർത്ഥ സൂത്രധാരനെ ലോകം കണ്ടു. ബഹിരാകാശത്തിൻ്റെ ഇരുട്ടിൽ ചിരിക്കുന്ന ആ പർപ്പിൾ ഭീമാകാരനെ, താനോസിനെ. അതൊരു സൂചനയായിരുന്നു, യഥാർത്ഥ യുദ്ധം വരാനിരിക്കുന്നതേയുള്ളൂ എന്നതിൻ്റെ ഭീകരമായ സൂചന. അങ്ങനെ അവഞ്ചേഴ്സ് ഒന്നിച്ചു, ലോകം അവരെ കണ്ടു. പക്ഷേ ആ മതിലുകൾക്കപ്പുറം മറ്റു ചില ഇതിഹാസങ്ങൾ ഒറ്റയ്ക്ക് എഴുതപ്പെടുന്നുണ്ടായിരുന്നു.